തണൽ അഗ്രോ ഫാം ആൻഡ് നഴ്സറി, ചെറുവാഞ്ചേരി. ഗ്രാമിക ന്യൂസിലേക്ക് സ്വാഗതം. കണ്ണൂർ എയർപോർട്ടിന്റെ വളർച്ചയ്ക്കായി ടീം ഹിസ്റ്റോറിക്കൽ ഫ്ലൈറ്റ് ജേണി കൂട്ടായ്മ ഡൽഹി യാത്രയ്ക്കൊരുങ്ങുന്നു. കണ്ണൂർ അന്താരാഷ്ട്ര വിമാനത്താവളത്തിന്റെ വളർച്ചയ്ക്കുള്ള തടസ്സങ്ങൾ നീക്കാനുള്ള ശ്രമങ്ങളുടെ ഭാഗമായാണ് പരിപാടി. കണ്ണൂർ വിമാനത്താവളത്തിൽ നിന്നുള്ള ആദ്യ വിമാന യാത്രക്കാരുടെ കൂട്ടായ്മയാണ് ടീം ഹിസ്റ്റോറിക്കൽ ഫ്ലൈറ്റ് ജേണി കൂട്ടായ്മ. ഇവരാണ് ഡൽഹി യാത്രയ്ക്ക് ഒരുങ്ങുന്നതെന്ന് സംഘാടകർ കണ്ണൂരിൽ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. ഡിസംബർ 12-നാണ് സംഘം ഡൽഹിയിലേക്ക് തിരിക്കുന്നത്. പോയിന്റ് ഓഫ് കോൾ പദവിയും ആസിയാൻ സാർക്ക് രാജ്യങ്ങളിൽ നിന്നുള്ള വിമാനങ്ങൾക്ക് കണ്ണൂർ വിമാനത്താവളത്തിൽ സ്വതന്ത്രമായി പറന്നിറങ്ങാനുള്ള അനുമതിയും സാധാരണക്കാരന് വേണ്ടിയുള്ള ഉഡാൻ സ്കീം പുനരാരംഭിക്കാനും ആവശ്യപ്പെട്ടാണ് യാത്രയെന്ന് ടീം ഹിസ്റ്റോറിക്കൽ ഫ്ലൈറ്റ് ജേണി കൂട്ടായ്മ പ്രസിഡന്റ് അബ്ദുൾ ലത്തീഫ് പറഞ്ഞു. കഴിഞ്ഞ 5 വർഷം സംഘം നടത്തിവരുന്ന പ്രവർത്തനങ്ങളുടെ തുടർച്ചയാണ് ഡൽഹി യാത്ര. വിമാനത്താവളത്തിന്റെ 1-ാം വാർഷികത്തിൽ എയർലൈൻ കമ്പനികളെയും നിക്ഷേപകരെയും പങ്കെടുപ്പിച്ച് ദുബായിൽ സെമിനാർ സംഘടിപ്പിച്ചിരുന്നു. 2-ാം വാർഷികമായ കോവിഡ് കാലത്ത് യാത്രക്കാർക്ക് മാസ്കും കിറ്റും നൽകി. തുടർന്നുള്ള വാർഷികങ്ങളിൽ കണ്ണൂരിൽ സെമിനാർ നടത്തുകയും ഡൽഹി യാത്ര നടത്തി വിദേശമന്ത്രിമാരെ കണ്ട് എംപിമാരുടെ സാന്നിധ്യത്തിൽ ചർച്ച നടത്തുകയും 5-ാം വാർഷികത്തിൽ ഗോവയിലെ മോപ്പ എയർപോർട്ടിലേക്ക് യാത്ര നടത്തുകയും ചെയ്തിരുന്നു. ഗോവയിലെ മനോഹർ എയർപോർട്ടിലെ കാര്യങ്ങൾ സംഘം നേരിട്ട് കണ്ട് മനസ്സിലാക്കിയിരുന്നു. അതുപോലെ കണ്ണൂരിൽ വിദേശ വിമാനങ്ങൾക്ക് അനുമതി ലഭ്യമാക്കണമെന്നാവശ്യപ്പെട്ടാണ് 12-ന് സംഘത്തിന്റെ ഡൽഹി യാത്രയെന്നും അബ്ദുൾ ലത്തീഫ് പറഞ്ഞു. എല്ലാവരും നമ്മുടെ കൂടെ ഇരുന്നു കൊണ്ട് തന്നെ കേരള ഹൗസിൽ നിന്ന് സഹകരിച്ച് മുന്നോട്ട് പോയതിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ ഈ പറഞ്ഞ സ്മൃതി ഇറാനിയെയും അതേപോലെ തന്നെ ഏവിയേഷൻ മിനിസ്ട്രിയെയും നേരിട്ട് കണ്ടുകൊണ്ട് തന്നെ ഉന്നയിച്ച സംഗതികളാണ് ഈ പറഞ്ഞ ഹജ്ജ് എംബാർക്കേഷൻ എങ്കിലും നമ്മൾ തുടങ്ങണം ഈ വർഷം എന്ന് പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ ആ വർഷം തന്നെ ഈ പറഞ്ഞ 2022-ലും 23-ഉം 24-ഉം ഹജ്ജ് ഓൾറെഡി ഓപ്പറേറ്റ് ചെയ്ത് കഴിഞ്ഞു. അതിലുള്ള ഏറ്റവും വലിയ എംബാർക്കേഷൻ നമുക്കിപ്പോൾ ഈ കഴിഞ്ഞ വർഷം നടന്ന സൗദി എയർലൈൻസ് ഓപ്പറേറ്റ് ചെയ്തിരുന്ന എംബാർക്കേഷൻ ഈ ഹജ്ജിനാണ്. അത് ശരിക്കും അതൊരു ഇൻ്റർനാഷണലി എല്ലാ എയർലൈൻസിനും ഒരു ഉത്തേജകമായി മാറും എന്നുള്ളത് യാതൊരു സംശയമില്ല. സെക്രട്ടറി ജയദേവൻ മാൽഗുഡി, സദാനന്ദൻ തലശ്ശേരി, ആർക്കിടെക്ട് മധുകുമാർ, ടീം കോർഡിനേറ്റർ റഷീദ് കുഞ്ഞിപ്പാറാൽ എന്നിവരും വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. ഗ്രാമിക ന്യൂസ്, കണ്ണൂർ. തണൽ അഗ്രോ ഫാം ആൻഡ് നഴ്സറി, ചെറുവാഞ്ചേരി. ഗാർഡനിംഗ് രംഗത്ത് 1/4 നൂറ്റാണ്ടിന്റെ പരിചയ സമ്പത്ത്. വൈവിധ്യമാർന്ന അലങ്കാര ചെടികളുടെയും കാർഷിക നടീൽ വസ്തുക്കളുടെയും വിപുല ശേഖരം. ഹോൾസെയിൽ റീറ്റെയിൽ രംഗത്ത് 100 കണക്കിന് സംതൃപ്തരായ ഉപഭോക്താക്കൾ. വിദഗ്ധരുടെ മേൽനോട്ടത്തിൽ ഗാർഡനിംഗ്, ലാൻഡ്സ്കേപ്പിംഗ് ആൻഡ് മെയിൻ്റനൻസ് എന്നിവ ചെയ്തു കൊടുക്കുന്നു. തണൽ അഗ്രോ ഫാം ആൻഡ് നഴ്സറി, ചെറുവാഞ്ചേരി.